പഴയ സുരേഷ് ഗോപി എത്ര അടിപൊളിയായിരുന്നു. ഞാൻ മാറിപ്പോയി. ഇന്ത്യ മൊത്തം നിങ്ങളുടെ കയ്യിലാതാ നിങ്ങൾ വിചാരിക്കുന്നത്. ഇങ്ങനെ നാളെ രാവിലെ വീട്ടിൽ വന്ന 2 കിലോ പച്ചരി തരണം. ഓ സന്തോഷം സന്തോഷം. 2 കിലോ വേണ്ട, 1 കിലോ മതി. സുരേഷ് iPhone 70 Pro കണ്ടായിരുന്നോ? പിന്നെ അല്ലാതെ നമ്മൾ പറഞ്ഞിട്ടാണ് iPhone 70 Pro ഓറഞ്ച് കളറിൽ ഇവിടെ എത്തിയത്. നിങ്ങൾ പറഞ്ഞാണോ ഓറഞ്ച് കളർ ഉണ്ടാക്കിയത്? മനസ്സിലായോ? അല്ല, കാര്യം മനസ്സിലായോ? ഐഫോണിന്റെ ഓണർ നിങ്ങൾ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, നമ്മൾ പണ്ട് ആപ്പിളിന്റെ ഓണറോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇനി iPhone 70 Pro വരുമ്പോൾ അത് ഓറഞ്ച് കളറിൽ തന്നെ ഇറക്കണം. അങ്ങനെയാണ് അത് ഇവിടെ എത്തിയത്. അത് iPhone 70 Proന്റെ. എന്നിട്ട് സുരേഷ് ചേട്ടനെ എടുത്തിട്ടില്ലല്ലോ? സുരേഷ് ചേട്ടൻ്റെ കയ്യിൽ കാണുന്നില്ലല്ലോ ഫോണ്? ഇല്ലില്ല, ഞാൻ വില കൂടുതലാണ്, അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല. ഇപ്പൊ വില കൂടുതലായതുകൊണ്ട് അല്ലല്ല, ജോജി തമ്പിയുടെ ഗിവ് എവേയിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അങ്ങനെ ആ ഗിവ് എവേ എനിക്കടിക്കും, iPhone 70 Pro എനിക്ക് തന്നെ കിട്ടും. അതാണ് എൻ്റെ പ്ലാൻ. അതാണ്. അതെന്താ പായസമാണോ? ഇവിടെ കുറച്ച് മതി. ഓംലേറ്റും പായസവും ശരീരത്തിന് നല്ലതാണ്. ഇങ്ങനെ എടുത്തിട്ട് വായിലിടണം. ഞാൻ ഷുഗർ കട്ടാണെന്നാലും പായസത്തിന് മധുരം കൂടുതലാണ്, പക്ഷെ എന്നാലും ഞാൻ കഴിക്കും. നിങ്ങളിങ്ങനെ നോക്കി എന്നെ വയറ് വലുതാക്കോ? നമ്മൾ നാളെ എങ്ങോട്ടാ പോകുന്ന ഇവർ പറയരുത്. നാളെ നല്ല ചിക്കൻ ബിരിയാണിയാണ്, അവിടെ പോയിട്ടും കുറച്ച് കഴിക്കണം എനിക്ക്. സുരേഷ് ചേട്ടാ ഒരു പീസ് ഇടോ? സദ്യയിൽ എവിടെയാടാ പീസ്? അല്ല, മറ്റേ പീസ്. അതോ പീസ്. നല്ല പായസം എടുക്കണോ? അത് പാർസൽ എടുക്കുക. അത് മാധവന് അവിടെ ഒക്കെ ഞാൻ പറയാം. നല്ല കുഴപ്പമില്ല, നല്ല സദ്യ. ഇല ഞാൻ അങ്ങ് എടുക്കണോ? വേണ്ട, അതും കഴിച്ചോ. വേണമെങ്കിൽ ഞാൻ കഴിക്കാം. ഈ ചോറും പായസവും മാധവന് പാർസൽ. സുരേഷയുടെ കയ്യിലെ നെക്ലേസ് ചെയ്താ? ഇത് ലോകത്ത് എവിടെയും കിട്ടാത്ത സാധനം. ഈ ചെണ്ട ഷേപ്പിലുള്ളത് മോദിജിയുടെ മോഡലാണ്. അത് വെറുതെ കാര്യം. സത്യം. മോദിജി ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, ഇത് നീ ഇട്ട് കഴിഞ്ഞാൽ നിനക്ക് പവർ എനർജി. പവറാണോ എയറാണോ? അങ്ങനെയാണ് ഈ സാധനം ഞാൻ എടുത്ത് വെച്ചത്. ഓണം ബമ്പർ 25 കോടിയുടെ റിസൾട്ട്. ആ റിസൾട്ട് ഇതായി നടു പേജിലുണ്ടാവും. ഇവിടെയാണ് റിസൾട്ട്. ഇവിടെ ഉണ്ടാവും. ഞാൻ 30 ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ബാക്കിൽ പോയി നോക്കിയാലോ റിസൾട്ട്? ഈ പത്രം വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് നോക്കാം. ഇത് വെളിച്ചെണ്ണയിൽ പൊരിച്ച പഴംപൊരിയാണ്. പച്ചവെള്ളത്തിൽ പൊരിക്കാൻ പറ്റൂലല്ലോ. നീ കുറെ ഉണ്ടാക്കല്ലേ, എനിക്കിട്ടുണ്ടാക്കല്ലേ കേട്ടാ. ഞാൻ ഷുഗർ കട്ടിലാണ്. പകുതി ഇപ്പം കഴിക്കും, ബാക്കി പകുതി പോകുമ്പോൾ കഴിക്കാം. സുരേഷ് ഏട്ടൻ അങ്ങനെ പഴംപൊരി കഴിച്ച് ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുരേഷ് ഏട്ടൻ പഴംപൊരി എങ്ങനെയുണ്ട്? കൊള്ളാമോ? എന്തോന്ന് കൊള്ളാമോ? പഴംപൊരി കൊള്ളാം, പക്ഷെ ചവച്ചിട്ട് ഇറക്കാൻ പറ്റും. വളരെ നല്ലൊരു പഴംപൊരി. വായിലിട്ടുമ്പോൾ ക്വാളിറ്റിയുള്ള എത്ര ചവച്ചിട്ടും താഴോട്ട് പോകുന്നില്ല. ചാലക്കാരി നീയൻ വേലക്കാരി, നീ എന്നുള്ളം കൊത്തി പിന്നെ നോക്കി എനിക്ക് ലിറിക്സ് അറിയില്ല. വേലക്കാരി, നമ്മുടെ വേലക്കാരി എങ്ങോട്ടോ പോയി. എന്നാ പിടിക്കൂരില്ലോട്ടോ, ചാടരുത്. ലഡുവിനിപ്പോൾ കിലോ 300 രൂപയാണ്. നിങ്ങളെ പിടിക്കൂരില്ലോട്ടോ. നിങ്ങളെന്തിനാ ഇവിടെ നിൽക്കുന്നത്? തന്നതല്ലേ, അങ്ങോട്ട് മാറി നിൽക്ക്. എടാ മോനെ, നിന്റെ പ്രായത്തിൽ എനിക്കൊന്നും ലഡു കിട്ടിയിട്ടില്ല. വേണ്ട, നീ തന്നെ കഴിച്ചു. എനിക്കൊരു മുന്തിരി ലഡു. എന്നാ പഠിച്ചോ. എല്ലാ ലഡുവിലും മുന്തിരിയുണ്ട്. ആർക്കാണ് മുന്തിരി ലഡു വേണ്ടത്? പിടി. ഞാൻ ഈ ഓട്ടോയിൽ പോയിക്കോളാം. വേഗം വിട്ടോ മോനെ. എൻ്റെ കയ്യിൽ കാശില്ല, മീറ്റർ ഇട്ടോ. എന്നിട്ട് നേരെ നോക്കി വേഗം വിട്ടോ. ഓട്ടോയിലിരുന്നിട്ട് സൈഡിലെ കാറ്റ് കൊള്ളാൻ എന്താ രസം. കൊച്ചി രാജാവ് സിനിമയിലെ പാട്ടിടും മോനെ, അത് കേട്ടോണ്ട് നമുക്ക് പോകും. സുരേഷിന്റെ പൈസ തരണേ, പെട്രോൾ അടിക്കണ്ടേ. നീ എന്നെ സംസാരിച്ചാൽ നിന്നെ ഇന്ത്യ രാജ്യത്ത് നിന്നെ പുറത്താക്കും. വേഗം വിട് വണ്ടി. സുരേഷ് ഏട്ടൻ്റെ മോനൊരു പുതിയ ജിമ്മ് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ സുരേഷ് എവിടെയാണ് തുടങ്ങിയത്? അത് ഇവിടെ തന്നെയാണ്, താലടുത്ത് തന്നെ. എന്നാ പിന്നെ നാളെ മുതൽ ഇങ്ങോട്ട് വരാം. സുരേഷ് ഏട്ടൻ വന്നു കഴിഞ്ഞാൽ നമുക്ക് വയറൊക്കെ മാറ്റി. ചേച്ചിയെ കാണുമ്പോൾ തന്നെ നല്ല മസിൽസ് വരും, ജിമ്മൊക്കെ വരും. സുരേഷ് ഏട്ടൻ എന്തായാലും വരണം, കാരണം നമുക്ക് ഒന്നിച്ച്. ഓക്കെ. അപ്പൊ നാളെ എന്തായാലും നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. കാരണം എനിക്ക് ഒരുപാട് ദൂരമൊന്നുമില്ല, ചെറിയ ദൂരം മാത്രം. ഞാൻ രാവിലെ 5 മണിക്ക് കടന്നിട്ടൊരു എക്സസൈസ് ഉണ്ട്, അതുപോലെ 6 പാക്ക് ഒക്കെ. ശരിക്കും അതാണ് 5 മാസം കൊണ്ട് ഞാൻ മാറ്റും. ഇല്ല, എന്റെ വയറ് അത്രയേ ഉള്ളൂ. 5 മാസം കൊണ്ട് 6 പാക്ക് കടന്നിട്ട് നമുക്ക് മാറ്റാം.